ഇപ്പോൾ ഞായറാഴ്ച ആയിട്ട് നമ്മുടെ നജീബെ കൂടെ വന്നിട്ടുണ്ട്. പുള്ളിയുടെ അനിയനെ എങ്ങനെയുണ്ട് ലോട്ടറിയെ പറ്റി? ഈ ലോട്ടറി ഒരു വണ്ടി ടെസ്റ്റ് ചെയ്യാൻ പോകും ഫിറോസ്. വണ്ടി ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാക്കനാടാണ് പഴയ വണ്ടി ടെസ്റ്റ് ചെയ്യണം. ലോട്ടറിയുടെ ഒരുപാട് പാസ്സായില്ല. രണ്ടാമതും പോയി അവൻ, എന്നിട്ട് ഇവന്മാര് പാസ്സാക്കിയില്ല. മൂന്നാമത് ബൈക്കിൻ്റെ സാവാ ഇലക്ഷനൊക്കെ ഇടുമ്പോൾ കാര്യങ്ങളൊക്കെ വർക്കൊക്കെ താങ്കളുടെ പ്രവർത്തനം ഇടുമ്പോൾ പ്രവർത്തനം ഇലക്ഷൻ വർക്ക് തുടങ്ങിയാ എന്താ അഭിപ്രായം പറയാത്ത? ചായ കുടിച്ചിട്ടൊക്കെ തുടങ്ങി. മഹിളയുടെ വാർഡ് എന്ന് പറഞ്ഞാൽ മൊത്തം UDF-ന്റെ വാർഡാണ്. ചേച്ചി ഇത്തവണ ഇലക്ഷനിൽ ഇവിടെ നമ്മുടെ 5-ാം വാർഡിൽ ആരോഗ്യം സാധ്യത? 5-ാം വാർഡില് 5-ാം വാർഡില് യഥാർത്ഥത്തില് കോൺഗ്രസിന്റെ ഒരു വാർഡാണ്, അതായത് UDF-ന്റെ വാർഡാണ്. പക്ഷെ ഇവിടെ എപ്പോഴും ലീഗാണ് ജയിച്ചു പോണത്. ലീഗ് ആകെ 5 വോട്ടുള്ളൂ ലീഗായിരിക്കും. പക്ഷെ അതൊരു കൈപ്പത്തി ചിഹ്നമായി മത്സരിക്കുമ്പോൾ മഹിള എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി ഇവിടെ നിൽക്കണം. അവരുടെ ചിഹ്നം ഏതാണെന്ന് എനിക്കറിയില്ല. അവർ കോണിയാണെങ്കിൽ എനിക്കൊരു ജയിക്കും അവര്. പക്ഷേ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കണമെങ്കിൽ ഒരു കൈപ്പത്തി ചിഹ്നമായിട്ട് ഒരു സ്ഥാനാർത്ഥി വരട്ടെ. അപ്പോൾ ഉചിതമായിട്ട് ജയിക്കും, നല്ല രീതിയിൽ ജയിക്കും. പറയണം നമ്മുടെ ഇത്തവണ ഇലക്ഷനിൽ ആർക്കും സാധ്യതയുള്ളു? അല്ല, നീ ആർക്കും ആദ്യം പറ. ഞാൻ എൻ്റെ ഇത് LDF-നാണ്. LDF-ന് നമ്മൾ വന്ന് പാർട്ടി നജീബ് പറഞ്ഞ പോലെ താങ്കൾക്ക് പറയാൻ ധൈര്യം ഉണ്ടോ? നജീബ് പറഞ്ഞ പോലെ സഹാബിന് ധൈര്യമില്ല പറയാൻ. അല്ല, സഖാവ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഞാനൊക്കെ ഓർമ്മ വെക്കുമ്പോൾ, ഞാനൊക്കെ സ്കൂൾ പഠിത്തമായിട്ട് നിൽക്കുമ്പോൾ സഖാവ് എന്ന് ഇടത്തലയിൽ ഉദ്ധരിക്കുന്ന ഒരാളുണ്ടായത് അത് സഖാവ് അഷ്റഫാണ്. അതായത് പുള്ളി പാർട്ടിയുമായിട്ട് എന്തോ ഇപ്പോൾ ഒരു ചെറിയൊരു അകൽച്ചയിലാണ് എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പുള്ളിനെ അന്വേഷിച്ച് പല സ്ഥലത്തു നിന്നും നേതാക്കന്മാർ വരുന്നുണ്ട്, വിളിക്കാറുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ രാവിലെ കണ്ടുള്ളൂ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇവിടെ വന്ന് സഖാവിനെ മാത്രമായിട്ട് കാണാൻ വേണ്ടി ഉദ്ധത്തുനിന്ന് വന്നേക്കുന്നു. അപ്പൊ ഇവിടെ ഉള്ള ഈ പാർട്ടി ആയിട്ട് നടക്കണ ആൾക്കാർക്ക് സഖാവിന് വിലയില്ലെങ്കിലും പുറത്തുനിന്ന് ഉള്ള ഇതിൽ സഖാവ് എന്ന് പറയുന്ന ആള്, അതായത് ഇടത്തലയിൽ സഖാവ് എന്ന് വിളിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് സഖാവ് അഷ്റഫാണ്. സംസാരിക്കാം. താങ്കളെ പറ്റി പറഞ്ഞു ചേച്ചി പറഞ്ഞത്, താങ്കളെ അഭിപ്രായം എന്താ? താങ്കൾ ക്യാമറ മാറിക്കണം എന്താന്നേ കാര്യം പറ. മോൻ കാണിക്ക് ക്യാമറക്ക്. ഇപ്പൊ നജീബ് പറഞ്ഞ അഭിപ്രായം എന്താ? നജീബ് പറഞ്ഞ അഭിപ്രായം ചോദിച്ചു, താങ്കളോട് ചോദിച്ചാ. എനിക്കുണ്ട്. ഇപ്പൊ എന്തായാലും സഖാബ് അതിനെപ്പറ്റി സംസാരിക്കല്ല, പുള്ളി പേടിച്ചിട്ടെന്നറിയില്ല. എന്താ 21